നമസ്തേ ബേബിമാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പറയാൻ കാരണം. സബ്സ്ക്രൈബ് ചെയ്തവർ ക്ഷമിക്കുക, മറ്റുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എമ്പുരാൻ്റെ പാക്കപ്പായി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 ദിവസം മുമ്പ് എമ്പുരാൻ പാക്കപ്പായി പാലക്കാട് നിന്ന്. നമ്മൾ ഊഹിച്ച പോലെ തന്നെ ക്ലൈമാക്സ് രംഗങ്ങളാണ് പാലക്കാട്, കവ, അതുപോലെ ആനക്കല്ല് ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത് തരുന്നത്. മലമ്പുഴ അടുത്താണ്, പക്ഷെ മലമ്പുഴയുടെ ഭാഗമല്ല. മലമ്പുഴയിൽ നിന്നും ഒരു 15-16 കിലോമീറ്റർ ദൂരെ മാറി കവ, ആനക്കല്ല്, അങ്ങനെ 2 സ്ഥലങ്ങളിൽ വെച്ചാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ടെൻ്റൊക്കെ അടിച്ച് അവരവിടെ താമസിച്ച്, ഹോട്ടൽ ട്രിപ്പൻ്റെയിലാണ് താമസം, എന്നാലും ടെൻ്റൊക്കെ ഇട്ടിട്ടാണല്ലോ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുസമ്മേളനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. വെടിവെപ്പും ജനക്കൂട്ടവും ഒക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാക്കപ്പ് ആവുന്ന ദിവസം നല്ലൊരു സംഭവം ഉണ്ടായി. അത് പൃഥ്വിരാജ് ശരിക്കും അന്തം വിട്ടു. നമ്മൾ പറയുമല്ലേ, ഒരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടെന്ന്. മല്ലിക സുകുമാരൻ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. അമ്മ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും മക്കളുടെ കൂടെ നല്ല സ്ട്രോങ് ആയി നിന്നിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് സുപ്രിയ മേനോൻ, പൃഥ്വിരാജിൻ്റെ ഭാര്യ. ലൊക്കേഷൻ സ്ഥലത്ത് മുംബൈയിൽ നിന്ന് വന്നിരിക്കണു പൃഥ്വിരാജിനൊരു സർപ്രൈസ് വിസിറ്റായിട്ട്. ശരിക്കും അന്തം വിട്ട രീതിയിലുള്ള വീഡിയോസാണ് പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിജയത്തിൻ്റെ പിന്നിലല്ല ഒരു സ്ത്രീ, കൂടെയാണെന്നുള്ള മട്ടിൽ തന്നെയാണ് സുപ്രിയയുടെ ആ വരവും കാര്യങ്ങളും. സാധാരണ അങ്ങനെ ലൊക്കേഷനിൽ ലാസ്റ്റ് സുപ്രിയ ചെല്ലൽ പതിവുണ്ട്. ഇത് പൃഥ്വിരാജ് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. അത് കാരണം ആ വീഡിയോയിൽ തന്നെ മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ അമ്പരപ്പും അതുപോലെ തന്നെ സന്തോഷവും രണ്ടും കൂടി ചേർന്ന ഒരു വീഡിയോ വളരെ മനോഹരമായിട്ടുണ്ട്. അത് പൃഥ്വിരാജ് FB കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് തിയേറ്ററിൽ ദൃശ്യവിസ്മയം തീർക്കാനായിട്ട് ബാക്കിയുള്ള സംഗതികൾ ചെയ്യാനുള്ള പരിപാടികളിലൊക്കെയാണ് അവർ. നമുക്ക് കാത്തിരുന്ന് കാണാം എമ്പുരാൻ. തിയേറ്ററിൽ തന്നെ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇപ്പോൾ ബൈ.